ದೇವರ ವಿರುದ್ಧವಲ್ಲ. ನನಗೆ ಕಂಡಿದ್ದು ಅಲ್ಲಿ ಉರ್ದು ಅಷ್ಟೇ, ಅದು ದೇವರ ನಾಮಫಲಕ ಅಂತ ನನಗೆ ಗೊತ್ತಿರಲಿಲ್ಲ. ಹಾಗಾಗಿ ಅದನ್ನ ಕಿತ್ತಿದ್ದೇನೆ. ಅದರಿಂದ ನಿಮ್ಮ ಮನಸ್ಸಿಗೆ ನೋವಾಗಿದ್ದರೆ, ನಿಮ್ಮ ಭಾವನೆಗಳಿಗೆ ಧಕ್ಕೆ ಆಗಿದ್ದರೆ ನಾನು ಕ್ಷಮೆ ಕೇಳ್ತಾ ಇದ್ದೇನೆ. ನಮಸ್ಕಾರ. മാപ്പ് 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 മാപ്പ്. ഈ മാപ്പ് എന്ന് കേട്ട് കഴിഞ്ഞാൽ മലയാളികൾക്ക് അത്ര പുതുമയുള്ള കാര്യമൊന്നുമല്ല. കേട്ട് കേട്ട് മലയാളികൾക്ക് മടുത്തു. മലയാളികൾ ഈ മാപ്പ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേട്ട് കേട്ട് മടുത്തത് ഈ സംഘികളിൽ നിന്നാണ്. കള്ളു കുടിച്ചായിരുന്നു ഞാൻ പറഞ്ഞത്. രാവിലെ എനിക്ക് ഉറക്കമുണർന്നപ്പോൾ എനിക്ക് ബോധോദയം ഉണ്ടായി. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പിൻവലിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരേ ശൈലിയിലുള്ള നിരവധി മാപ്പുകൾ കേട്ട് കിളി പറന്നു പോയവരാണ് മലയാളി. ഇപ്പൊ മാപ്പ് പറയാൻ വേണ്ടിയിട്ട് സംഘികൾ വരുമ്പോൾ നീ ഒന്നും പണയണ്ട, നീ ദയവ് ചെയ്തിട്ട് അവിടെ മിണ്ടാതിരുന്നാൽ മതി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. കാരണം മാപ്പ് കേട്ട് മടുത്തതുകൊണ്ടാണ്. പക്ഷെ കർണാടകയിലെ നല്ല സാഹചര്യം. കർണാടകയിൽ ഈ മാപ്പും കോപ്പൊന്നുമില്ല. കാരണം BJP ആണ് അവിടെ ഭരിക്കുന്നത്. അവിടെ നിയമ നടപടികളെ ഭയക്കേണ്ടതില്ല. പച്ച വർഗീയത പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് എല്ലാ രീതിയിലുള്ള നിയമ പരിരക്ഷ അവിടെ ലഭിക്കും. എന്നാൽ കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം മാപ്പുകളുടെ ഒരു ചാകരയാണ് വരുന്നത്. സിദ്ധരാമയ്യെ സിദ്ധരാമുള്ള ഖാനെന്നും DK ശിവകുമാറിനെ ടിപ്പു സുൽത്താന്റെ മകനാണെന്നും ഒക്കെ പറഞ്ഞ പച്ച വർഗീയത സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ച ആളുകളൊക്കെ മാപ്പ് പറഞ്ഞ് പേടിച്ചു വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു പുതിയ മാപ്പും കൂടി വന്നിരിക്കുകയാണ്. ഈ മാപ്പ് വളരെ രസകരമായ ഒരു മാപ്പാണ്. ഇതത്ര നിസാരക്കാരനായ ഒരാളുടെ മാപ്പല്ല. രമേശ് ഗൗഡ എന്ന കന്നഡവാദം ഉയർത്തുന്ന കർണാടകയിൽ അത്യാവശ്യം പിന്തുണയുള്ള, അത്യാവശ്യം ആൾബലമുള്ള ഒരാളാണ് ഈ രമേശ് ഗൗഡ. ഈ രമേശ് ഗൗഡ സാഗർ നഗറിലെ ഒരു സ്ഥാപനത്തിലേക്ക്, ഒരു ഹോട്ടലിലേക്ക് കയറിയിട്ട്, അതായത് ബംഗളൂരുവിലെ സാഗർ നഗറിലെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് അവിടെ ബിരിയാണിയുടെ പേരിൽ ഈ വിഷയമുണ്ടാക്കുകയും തുടർന്ന് അവിടെ പതിച്ചിരുന്ന ദൈവനാമം, ഇപ്പൊ മുസ്ലിങ്ങളുടെ പ്രവാചകന്റെയും ദൈവത്തിന്റെയും പേരുകൾ എഴുതി വെച്ചിരിക്കുന്ന ഒരു ബോർഡ് അവിടെ കണ്ടപ്പോൾ അത് പാകിസ്ഥാന്റെ ബോർഡാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വളരെ മോശമായി ചിത്രീകരിക്കുകയും പിന്നീട് അവിടെ പോലീസ് വന്ന് തൂക്കിയെടുത്ത് കൊണ്ടുപോവുകയും 3 ദിവസം ജയിലിലടച്ചു. അങ്ങനെ 3 ദിവസത്തിന് ശേഷം ഇയാൾ പുറത്തിറങ്ങിയതിന് ശേഷം ഇയാൾ മാപ്പുമായി വന്നിരിക്കുകയാണ്. നല്ല രസകരമായിട്ടുള്ളൊരു മാപ്പാണ്. ആ മാപ്പിന്റെ വീഡിയോ ഒന്ന് നിങ്ങൾ കാണണം. ಅದಾದ್ಮೇಲೆ ನಿങ്ങളೊಂದು ಕಾಣ. ನಮಸ್ಕಾರ, ನಾನು ರಮೇಶ್ ಗೌಡ ಅಂತ ಮಾತನಾಡೋದು. ಮೊನ್ನೆ ನಡೆದಂತಹ ಘಟನೆಯ ಬಗ್ಗೆ ಮಾತನಾಡ್ತಾ ಇದ್ದೇನೆ. ಅಲ್ಲಿ ನಾನು ಹೋದಾಗ ನನಗೆ ಕಂಡಿದ್ದು ಅಲ್ಲಿ ಒಂದು ಉರ್ದು ಬೋರ್ಡು, ಅದು ದೇವರ ನಾಮಫಲಕವ, ಅದು ದೇವ ಸ್ಮರಣೆ ಅಂತ ನಮಗೆ ಗೊತ್ತಿರಲಿಲ್ಲ. ಹಾಗಾಗಿ ಅದು ಒಂದು ಉರ್ದು ನಾಮಫಲಕ ಅಂತಾನೆ ನಾನು ತೆಗೆದಿದ್ದೇನೆ ಹೊರತು ಯಾವುದೇ ಧಾರ್ಮಿಕ ಭಾವನೆಗಳಿಗೆ ಧಕ್ಕೆ ಬರುವಂತಹ ವಿಚಾರದಲ್ಲಿ ನಾನು ಮಾಡಿಲ್ಲ. ಆ ಒಂದು ಬೋರ್ಡ್ ಅನ್ನ ತೆಗೆದಿರೋದ್ರಿಂದ ನಿಮಗೇನಾದ್ರೂ ಮನಸ್ಸಿಗೆ ನೋವಾಗಿದ್ದರೆ ನಾನು ಕ್ಷಮೆ ಕೇಳ್ತಾ ಇದ್ದೇನೆ. ಆದರೆ ಕನ್ನಡದ ವಿಚಾರದಲ್ಲಿ, ಕನ್ನಡ ನಾಡಿನ ವಿಚಾರದಲ್ಲಿ ನಾನು ಯಾವುದೇ ರೀತಿಯಾದಂತಹ ರಾಜಿ ಆಗುವಂತಹ ಪ್ರಶ್ನೆನೇ ಇಲ್ಲ. ನೀವು ಸಹ ಕನ್ನಡವನ್ನ ಬಳಸಿ ಅಂತ ಹೇಳ್ತಾ, ಮತ್ತೊಮ್ಮೆ ನಿಮ್ಮ ಭಾವನೆಗಳಿಗೆ ಧಕ್ಕೆ ಆಗಿದ್ದರೆ, ಯಾವುದೇ ನಾನು ಜಾತಿಯ ವಿರುದ್ಧ, ಧರ್ಮದ ವಿರುದ್ಧ, ದೇವರ ವಿರುದ್ಧವಲ್ಲ. ನನಗೆ ಕಂಡಿದ್ದು ಅಲ್ಲಿ ಉರ್ದು ಅಷ್ಟೇ, ಅದು ದೇವರ ನಾಮಫಲಕ ಅಂತ ನನಗೆ ಗೊತ್ತಿರಲಿಲ್ಲ. ಹಾಗಾಗಿ ಅದನ್ನ ಕಿತ್ತಿದ್ದೇನೆ. ಅದರಿಂದ ನಿಮ್ಮ ಮನಸ್ಸಿಗೆ ನೋವಾಗಿದ್ದರೆ, ನಿಮ್ಮ ഭാവനಗಳಿಗೆ ധಕ್ಕೆ ಆಗಿದ್ದರೆ ನಾನು ക്ഷമೆ ಕೇಳ್ತಾ ಇದ್ದೇನೆ. നമസ്ಕಾರ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കന്നഡ മണ്ണിൽ മാപ്പുകളുടെ ഒരു ചാകരയാണ്. ഭയപ്പെടുത്തുക തന്നെ ചെയ്തിട്ടുണ്ട്. ഇത്തരം വർഗീയവാദികളെ പച്ചക്ക് വിദ്വേഷം പറഞ്ഞ ആളാ. ഇപ്പൊ നമുക്ക് ആളാകെ ചേഞ്ച് ആയിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കർണാടകയ്ക്ക് ഞാൻ നടത്തിയിട്ടുള്ള പരാമർശം കൊണ്ട് എന്തെങ്കിലും ഒരു വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു എന്നാണ് ഈ പുള്ളിക്കാരൻ പറയുന്നത്. എന്നാൽ ആ വീഡിയോയിലുണ്ടായിരുന്ന പുള്ളിക്കാരനും ഇപ്പോഴുള്ള വീഡിയോയിലുള്ള പുള്ളിക്കാരനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസം സൃഷ്ടിച്ചത് അവിടെ ഭരിക്കുന്ന ഭരണാധികാരികളാണ്. ടക്ക എന്ന് പറഞ്ഞ നടപടിയെടുത്ത് കൃത്യമായിട്ടുള്ള നടപടിക്ക് വിധേയമാക്കി പറഞ്ഞവരെ കൊണ്ട് തന്നെ അത് ശരിയല്ല എന്ന് പൊതുജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്ത് ഇങ്ങനെയാണ് ഭരിക്കേണ്ടത് എന്നുള്ളത് മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു തരികയും കാണിച്ചു തരികയും ചെയ്യുകയാണ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ. നാളുകളിൽ എന്ത് സംഭവിക്കും എന്നുള്ളതൊന്നും അറിയില്ല. പക്ഷേ നിലവിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും
വളരെ പ്രസക്തിയുള്ളതും വളരെ വളരെയധികം വിലമതിക്കുന്നതുമാണ്. അവരാകെ എല്ലാത്തിനെയും ഭയപ്പെടുത്തിയിരിക്കുകയാണ്, എല്ലാവരെയും ഭയപ്പെടുത്തിയിരിക്കുകയാണ്. ആകെ പേടിച്ച മട്ടിലാണ് വിദ്വേഷവാദികളുള്ളത്. സംഘപരിവാറിന്റെ നേതാക്കന്മാരൊന്നും ഒരു വാ കൊണ്ട് ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. കാരണം പണി കിട്ടുകയാണ്. നേരത്തെ 4, 5, 6 ദിവസമൊക്കെ FIR ഇടാൻ എടുക്കും. അറസ്റ്റിന്റെ കാര്യം പോട്ടെ, അറസ്റ്റ് ചെയ്യത്തൊന്നുമില്ല, മുൻകൂർ ജാമ്യം എടുത്തിട്ടൊക്കെ വരും. സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അനുകൂല റിപ്പോർട്ട് കൊടുത്തിട്ട് മുൻകൂർ ജാമ്യമൊക്കെ എടുത്തിട്ട് വരുന്ന ഒരു കന്നഡ മണ്ണിൽ നിന്ന് ഇപ്പോൾ വരുന്ന വാർത്തകളൊക്കെ മതേതരത്വം സംരക്ഷിക്കാൻ, മതേതരത്വം നിലനിർത്താൻ, മതസൗഹാർദ്ദം നിലനിർത്താൻ, മനുഷ്യ സൗഹാർദ്ദം നിലനിർത്താൻ ഒരു സർക്കാർ എടുക്കുന്ന കിടിലൻ നീക്കങ്ങൾ തന്നെയാണ്. ഇവിടെ ഈ പറയപ്പെടുന്ന വ്യക്തി മാത്രമല്ല, നിരവധി ആളുകളാണ് ഈ അടുത്ത ദിവസങ്ങളിൽ മാപ്പ് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത്. നിരവധി ആളുകൾ, 1-2 ആളുകളല്ല. എന്തുകൊണ്ടാ? നിയമത്തെ പേടിക്കുന്നു. നിയമത്തെ പേടിയില്ല എങ്കിൽ നിയമത്തെ കാണിച്ച് പേടിപ്പിക്കാൻ അവിടെ ഭരണാധികാരികളുണ്ട്. നിയമത്തെ പേടിയില്ലാത്തവരെ നിയമം കാണിച്ച് അത് നടപ്പിലാക്കിയിട്ട് പേടിപ്പിച്ച് നിർത്താൻ അവിടെ ചങ്കൂറ്റമുള്ള ഭരണാധികാരികൾ ഉണ്ട് എന്നുള്ളതാണ്. അതിൽ സിദ്ധരാമയ്യയും DK ശിവകുമാറും പ്രിയങ്ക ഖാർഗെയും അതുപോലെ തന്നെ അവിടുത്തെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള G പരമേശ്വരൊക്കെ ഒരുപാട് മുന്നിട്ട് നിൽക്കുകയാണ്. ഈ 4 പേര് ഒരു ടീമാണ്. അവർക്കിടയിൽ പല രീതിയിലുള്ള ഭിന്നിപ്പുകൾ ഉണ്ട് എങ്കിൽ പോലും 4 പേരും അതിശക്തരാണ്. ഈ 4 പേരും തന്നെ ധാരാളമാണ് കർണാടകയിൽ ജനാധിപത്യം, ഭരണഘടനാപരമായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങൾ അവിടെ ഉണ്ടാക്കിയെടുക്കാൻ, അവിടെ നിഷേധിക്കുന്നവർക്ക് അത് വാങ്ങിച്ചു കൊടുക്കാൻ ഈ 4 പേർ ധാരാളമാണ്. അതിന്റെ ഉദാഹരണങ്ങൾ തന്നെയാണ് ഈ രമേശ് ഗൗഡയെ പോലെയുള്ള ആളുകളെയൊക്കെ പിടുന്നനെ പോലീസുകാരും. മുൻപൊക്കെ കർണാടകയിലെ ഒരു പോലീസുകാരന് ഇത്തരം വിദ്വേഷവാദികളെ നേരിടാൻ ഭയമായി. വേറൊന്നും കൊണ്ടല്ല, ഇവര് ഇത്ര സ്വാധീനം ഉണ്ടാകും. കാരണം അവർ ഭരണത്തിലിരിക്കുന്ന സമയമാണ്, എന്തും സംഭവിക്കാം. എന്നാൽ ഇപ്പൊ അതില്ല എന്നുള്ളതാണ്. ഇപ്പൊ പോലീസുകാർ സ്ട്രൈറ്റ് ടു ആക്ഷൻ, പിടിച്ചെടുത്ത് വണ്ടിയിലിട്ട് റിമാൻഡ് ചെയ്യാം, ഗുരുതരമായ വകുപ്പുകൾ ചാർത്തി റിമാൻഡ് ചെയ്യാം. ഇയാള് ഒരു സ്ഥാപനത്തിലേക്ക് വന്നിട്ടുണ്ടാക്കിയ ഒരു പ്രശ്നമാണ്. പക്ഷെ അയാൾക്ക് കിട്ടിയ പണിയാവട്ടെ നല്ല പണിയും തന്നെയാണ്. അതിന്റെ പേരിൽ അയാൾ ഇപ്പോൾ മാപ്പ് പറഞ്ഞ് രംഗത്ത് വരും. ഒരാൾ മാപ്പ് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സറിഞ്ഞ അയാൾ മാപ്പ് പറയുകയാണ് എങ്കിൽ അത് നല്ലതാണ്. പക്ഷെ നിയമത്തെ പേടിച്ചിട്ട് മാപ്പ് പറയുകയാണെങ്കിൽ അടുത്ത ഭരണം വരുമ്പോൾ ഇയാള് മാറ്റി പറയും. പക്ഷെ ഈ 5 വർഷം എന്തായാലും സംഘപരിവാറിന് വാനക്കാത്ത, വിദ്വേഷം തുപ്പാൻ പറ്റാത്ത ഒരവസ്ഥ എന്തായാലും സിദ്ധരാമയ്യ ഗവൺമെന്റ് ഉണ്ടാക്കും. കാരണം ആർജവമുള്ള ഗവൺമെന്റാണ്. വിദ്വേഷവാദികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള എല്ലാ രീതിയിലുള്ള നീക്കങ്ങളെ അവർ തടഞ്ഞിരിക്കുകയാണ്. സവർക്കറുടെ പാഠപുസ്തകത്തിൽ നിന്ന് സവർക്കറുടെ ഭാഗം പറയുന്ന എല്ലാ കാര്യങ്ങളും എടുത്തു മാറ്റിയിരിക്കുന്നു. അതുപോലെ തന്നെ RSSന്റെ തലവന്മാരെ കുറിച്ചിട്ട് പറയുന്ന എല്ലാ കാര്യങ്ങളും എടുത്തു മാറ്റിയിട്ട് ഇവരെ കുറിച്ചൊന്നും അല്ല പഠിക്കേണ്ടത്, മറിച്ച് പഠിക്കേണ്ടത് നെഹ്റുവിനെ കുറിച്ചും ഗാന്ധിജിയെ കുറിച്ചും അല്ലാമ മുഹമ്മദ് ഇക്ബാലിനെ കുറിച്ചും അതുപോലെ തന്നെ സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചും ഭഗത് സിംഗിനെ കുറിച്ചും ഒക്കെയാണ് എന്നുള്ളത് വ്യക്തമായ ഒരു സന്ദേശം എന്നുള്ള രീതിയിൽ കർണാടകയിൽ DKയും സിദ്ധരാമയ്യയും നൽകുമ്പോൾ ആ നീക്കത്തിന് മുന്നിൽ ഒരു രീതിയിലും ഒരു തടയണ കൊണ്ടുപോലും അത് തടയാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ കർണാടകയിൽ ഈ അടുത്ത കാലത്ത് ഒരുപാട് മാപ്പുകൾ കാണുകയാണ്. അത് ഭരണകൂടത്തിന്റെ ഒരു പവറാണ്. അങ്ങനെ ആർജവമുള്ളവർ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വർഗീയവാദികൾ, ഇയാൾക്ക് എന്തൊക്കെയായിരുന്നു അവിടെ ചെയ്തു കൂട്ടിയത്, എന്തോ വലിയ പോലീസുകാരെയൊക്കെ തട്ടി മാറ്റിയ ഒരു തടിയാണ്. പക്ഷെ ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? ആകെ പേടിപ്പിച്ചു വിട്ടു എന്നുള്ളതാണ്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ കർണാടകയിൽ വർഗീയത പറയാൻ പലരും ഭയക്കും. കാരണം നിയമം എന്താണ് എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കാൻ അവിടെ പോലീസുകാർക്ക് എല്ലാവിധ സപ്പോർട്ടും അവിടെ ഭരിക്കുന്ന സർക്കാർ നൽകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക്.